റീസെൻ്റായിട്ട് നമ്മൾ ഫ്രണ്ട്സ് സംസാരിച്ചിരിക്കുന്ന സമയത്ത് ഒരുത്തൻ പറഞ്ഞു വയറുവേദനയാണ്. ആഹാ, ട്രെൻഡിനൊപ്പമാണല്ലോ എന്നാണ് മറ്റവൻ്റെ കമൻറ്റ്. അപ്പോൾ എന്താണ് ശരിക്കും ഈ ഫുഡ് പോയ്സണിങ് എന്ന് പറഞ്ഞാൽ? ആക്ച്വലി ഫുഡ് പോയ്സണിങ് എന്ന് പറയുന്നത് ഒരു ആഘോഷിക്കാനുള്ള റീസൺ അല്ല. സാധാരണഗതിയിൽ പലരും ഈ സിക്ക് ലീവ് എടുക്കുന്ന സമയത്ത് റീസണായിട്ട് പറയും ഫുഡ് പോയ്സണിങ് ആയിരുന്നു എന്നുള്ളത്. പലപ്പോഴും ഈ എന്താ പറയുക, ഫുഡ് കഴിച്ചിട്ടുണ്ടാവുന്ന അസുഖങ്ങൾ ഫുഡ് പോയ്സണിങ് ആവണമെന്നില്ല. അപ്പോൾ നമുക്ക് ദഹനത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലൊക്കെ, വയറിന് വിഷയങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴും എല്ലാവരും സാധാരണഗതിയിൽ റെഫർ ചെയ്യലത് ഫുഡ് പോയ്സണിങ് ആണെന്നുള്ളതാണ്. പക്ഷേ ആക്ച്വലി ഫുഡ് പോയ്സണിങ് ഉണ്ടാവുന്നത് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുന്നതുകൊണ്ടാണ്. ഫുഡ് എങ്ങനെയാണ് കണ്ടാമിനേറ്റഡ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫുഡിനകത്ത് എന്തെങ്കിലും രോഗം ഉണ്ടാക്കുന്ന കാരണമായിട്ടുള്ള സാധനങ്ങൾ, പാത്തോജൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇപ്പോൾ പല റീസൺ കൊണ്ട് വരാം. അത് ചിലപ്പോൾ മൈക്രോ ഓർഗാനിസംസ് ആവാം, അല്ലെങ്കിൽ കെമിക്കൽസ് ആവാം, ഈവൻ ഫിസിക്കൽ ഒബ്ജക്റ്റ് ഉണ്ടല്ലോ, ഇപ്പോൾ മുടി അല്ലെങ്കിൽ ഈവൻ ഗ്ലാസിൻ്റെ പീസൊക്കെ അത് ഇഞ്ചുറി ഉണ്ടാക്കും. അതും ഫുഡ് റീസൺ ആയിട്ടുള്ള ഡിസീസസിൽ പെട്ടതാണ്. ഫുഡ് ബോൺ ഇൽനെസ് എന്നാണ് സാധാരണ ടെക്നിക്കലി ഇതിന് പറയാം. ഫുഡ് ബോൺ ഇൽനെസ് ഉണ്ടാവാൻ ഇങ്ങനെയൊക്കെ റീസൺസ് ഉണ്ട്. അതേപോലെ ഈവൻ അലർജി, ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് അലർജി ഉള്ള ആളുകളുണ്ടാവും. ഇപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഫുഡ് കഴിച്ചു, അലർജി ഉള്ള ആൾക്ക് മാത്രമേ അലർജിക് റിയാക്ഷൻ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ എന്താ പറയുക, ചില ആളുകൾക്ക് ഇപ്പോൾ നട്ട്സിന് അലർജി ഉള്ളവരുണ്ടാവും, അല്ലെങ്കിൽ വീറ്റ് അലർജി ഉള്ള ആളുകൾ, മിൽക്കിന് അലർജി ഉള്ള ആളുകളുണ്ട്. അപ്പോൾ ആ കഴിക്കുന്ന ആൾക്ക് മാത്രമേ അത് പ്രശ്നമുള്ളൂ. സാധാരണ അത് രണ്ടുപേര് ഷെയർ ചെയ്ത് കഴിച്ചാലും ആ ഒരു പർട്ടിക്കുലർ ആൾക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മൾ ബോഡി കണ്ടീഷൻസ്, ഇപ്പോൾ എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി ഒരേപോലെ അല്ല. അപ്പോൾ ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ഒരാൾക്ക് ഉണ്ടാവുന്ന അതേപോലെ, അതാണ് ചിലപ്പോൾ ഫാമിലി ആയിട്ട് പോയി ഭക്ഷണം കഴിച്ചു, കുട്ടികൾക്ക് മാത്രമായിരിക്കും ഫുഡ് പോയ്സണിങ് ഉണ്ടായിട്ടുണ്ടാവുക. അല്ലെങ്കിൽ ഇപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ റിസ്ക് ഗ്രൂപ്പ് എന്ന് പറയും. അതായത് എൽഡർ ആയിട്ടുള്ള, അതായത് വയസ്സായിട്ടുള്ള ആളുകൾ, കാരണം അവരുടെ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും. അതേപോലെ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ലേഡീസ്, അവരുടെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിരിക്കും. കുട്ടികൾക്ക് പെട്ടെന്ന് അസുഖം വരും, കാരണം അവരൊക്കെ ഇമ്മ്യൂണിറ്റി കുറവാണ്. ക്രോണിക് ആയിട്ട് ഡിസീസുള്ള, ഇപ്പോൾ ക്യാൻസർ പേഷ്യൻസ് ഒക്കെ ഉണ്ട്. അതേപോലെ കുറേ കാലമായിട്ട് മെഡിക്കേഷനിലുള്ള ആളുകൾ, ഇമ്മ്യൂണിറ്റി കുറഞ്ഞ ആളുകളുണ്ടാവും. അപ്പോൾ ഇവർക്കൊക്കെ അസുഖം വരാനുള്ള അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ക്യാൻറ്റീനിലൊക്കെ കൂടുതൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള, അതേപോലെ ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്കൂളുകളിലുള്ള ക്യാൻറ്റീൻസ്, അതൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് മോണിറ്റർ ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. റിസ്ക് അത്രയും കൂടുതലുള്ള സ്ഥലങ്ങളാണ്. അതേപോലെ ഓൾഡ് ഏജ് ഹോംസ്, അവർക്ക് കാറ്റർ ചെയ്യുന്ന സ്ഥാപനങ്ങളൊക്കെ. അപ്പോൾ പറഞ്ഞു വന്നത് ഫുഡ് പോയ്സണിങ്ങിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഫുഡ് പോയ്സണിങ് എങ്ങനെയാണ് ഫുഡ് പോയ്സണിങ് ഉണ്ടായെന്നറിയാം. സാധാരണഗതിയിൽ ലക്ഷണങ്ങൾ നോക്കും നമ്മൾ. ഇപ്പോൾ ഒരാൾക്ക് ഛർദ്ദിക്കുന്നുണ്ട്, വൊമിറ്റിങ്, അല്ലെങ്കിൽ വൊമിറ്റിംഗ് ടെൻഡൻസി, നോസിയ, അത് മനംപരട്ടലൊക്കെ പോലെ അങ്ങനത്തെ ഒരു ടെൻഡൻസി വരുന്നുണ്ട്. ഈവൻ ഫീവർ ഉണ്ടാവും. അപ്പോൾ കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും റീസൺ കൊണ്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഡയേറിയ ഉണ്ടാവും. അപ്പോൾ ഈ ലക്ഷണങ്ങൾ ഉള്ളതുകൊണ്ട് മാത്രം ഫുഡ് പോയ്സണിങ് ആവണമെന്നില്ല. അപ്പോൾ നമ്മൾ ഡോക്ടറെ അടുത്ത് പോയിട്ട് നമ്മൾ സ്റ്റൂൾ സാമ്പിൾസ് അനലൈസ് ചെയ്താൽ മാത്രമേ അത് ആക്ച്വലി ഫുഡ് പോയ്സണിങ് കാരണമാണോ എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഇവിടെ, ഇപ്പോൾ വിദേശത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ ഒരു റിപ്പോർട്ടിംഗ് സ്ട്രക്ചർ ഉണ്ട്. നമ്മൾ ഫുഡ് പോയ്സണിങ് ആണെന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഡോക്ടർ അത് അനാലിസിസ് ലാബിലേക്ക് അയച്ച്, ഡോക്ടർ ചെക്ക് ചെയ്ത് ഡോക്ടർ ഡയഗ്നോസിന് ശേഷം ആ ഒരു ലാബിലേക്ക് സ്റ്റൂൾ സാമ്പിൾ പോയി അതിൻ്റെ റിപ്പോർട്ട് വന്നതിൽ മാത്രമേ ഇത് കൺഫേം ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യണം. അവിടുത്തെ ലോക്കൽ റെഗുലേറ്ററി അതോറിറ്റിക്ക്, അതായത് ഫുഡ് ഇൻസ്പെക്ഷൻ നടക്കുന്ന ഏജൻസിക്ക് അത് റിപ്പോർട്ട് ചെയ്യണം. ഇപ്പോൾ മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ ഹെൽത്ത് ഇൻസ്പെക്ഷൻ ഏജൻസിയോ അങ്ങനെ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യും. അങ്ങനെ ഒരു കേസ് വന്നാൽ മാത്രമേ അത് ഫുഡ് പോയ്സണിങ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അത് എന്തിനാണ് അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്നത്? കാരണം അതിൻ്റെ റീസൺ കണ്ടെത്തണം. എവിടെ നിന്നാണ് ഇത് വന്നത്, ഏത് ഓർഗാനിസം മൂലമാണ് ഇത് വന്നിട്ടുള്ളത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റീസൺ മൂലമാണോ വന്നിട്ടുള്ളത് എന്നുള്ളത് മനസ്സിലാക്കണം. കാരണം ആ റീസൺ, അതിൻ്റെ റൂട്ട് കോസ് നമുക്ക് അവിടെ കൺട്രോൾ ചെയ്താൽ മാത്രമേ, കാരണം അതൊരു ഫുഡ് പോയ്സണിങ് ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറാം ചിലപ്പം. കാരണം അയാൾ കഴിച്ചിട്ടുണ്ടാവാം ഒരു ഇവൻറ്റിൽ വെച്ചിട്ടാവാം. അപ്പോൾ ആ ഇവൻറ്റിൽ എല്ലാവർക്കും വന്നു കഴിഞ്ഞാലോ, ഒരു 500 പേര് പങ്കെടുത്ത ഒരു കല്യാണ പാർട്ടിക്കാണ് ഇങ്ങനെ സംഭവിച്ചതെന്നുണ്ടെങ്കിൽ അത് വലിയൊരു ഔട്ട് ബ്രേക്ക് ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ഒരു സംഭവങ്ങൾ വരാണ്ടിരിക്കാൻ, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോസ് വരുന്ന റീസൺസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഫുഡ് പോയ്സണിങ് നമ്മൾ വളരെ സിമ്പിളായിട്ട് കാണേണ്ട ഒരു വിഷയമല്ല. ഫുഡ് പോയ്സണിങ് വരാതിരിക്കാനുള്ള മെഷേഴ്സ് എടുക്കേണ്ടത് നമ്മളെപ്പോലെ, അതായത് കഴിക്കുന്ന ആളെ പോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന ആൾ, അത് അവിടുത്തെ റെഗുലേറ്ററി ബോഡി, ഈ ഫുഡ് സപ്ലൈ ചെയ്യുന്ന, അതായത് റോ മെറ്റീരിയൽസ് സപ്ലൈ ചെയ്യുന്ന ആളുകൾ, ഇവരുടെ എല്ലാവരുടെയും കൂടി കൂട്ടായിട്ടുള്ള ഒരു ഉത്തരവാദിത്തത്തിൽ മാത്രമേ അത് നടക്കുകയുള്ളൂ. ഒരു കൂട്ടർ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല.
ഏതെങ്കിലും ഒരു, അതായത് നമ്മൾ പറയുമല്ലോ ഫാം ടു ഫോർക്ക് കൺസെപ്റ്റിൽ, ഇതിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കണ്ടാമിനേറ്റഡ് ആയിക്കഴിഞ്ഞാൽ ആ കണ്ടാമിനേഷൻ റിമൂവ് ചെയ്തിട്ടില്ലെങ്കിൽ, റിമൂവ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുക്ക് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് എല്ലാ മൈക്രോ ഓർഗാനിസംസും നശിച്ചു പോകും. പക്ഷേ അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാലോ, ഹോൾഡ് ചെയ്ത് പ്രോപ്പറായിട്ടില്ലെങ്കിൽ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അതിലൊരു ആ ചെയിനിൽ എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഫുഡ് പോയ്സണിങ് വരാം. ഓക്കെ, ഇപ്പൊ സാർ മെൻഷൻ ചെയ്തല്ലോ ഈ ഫാം ടു ഫോർക്ക് എന്നുള്ളൊരു കൺസെപ്റ്റ്, അതിനെ കുറിച്ച് ആസ് എ ഫുഡ് സേഫ്റ്റി പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് എലാബറേറ്റ് ചെയ്യാൻ പറ്റുക? സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഫാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അഗ്രികൾച്ചറൽ ഫീൽഡ്, ഇപ്പോൾ ഒരു നെല്ലുണ്ടാക്കുന്ന അല്ലെങ്കിൽ ഗോതമ്പ് ഉണ്ടാക്കുന്ന പാടം, അതാണ് ഫാം. അല്ലെങ്കിൽ ഒരു ഡയറി ഫാം, ഇപ്പോൾ പ്രൈമറി പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലം, അവിടെ നിന്നാണല്ലോ ഫുഡ് ഉണ്ടാവുന്നത്, ഫുഡിൻ്റെ റോ മെറ്റീരിയൽസ് ഉണ്ടാവുന്നത് അവിടെ നിന്നാണ്. അവിടുന്ന് ടു ഫോർക്ക്, അതായത് നമ്മൾ കഴിക്കുന്നത് നമ്മൾ കൈ കൊണ്ട് കഴിക്കുന്നു അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ട് കഴിക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് എവിടെയെങ്കിലും നമ്മൾ ടേബിളിൽ നമ്മൾ കഴിക്കുന്നത് വരെ എവിടെയും ഇതിനിടയ്ക്ക് കണ്ടാമിനേഷൻസ് വരാം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫീൽഡിനകത്ത് ഇപ്പോൾ അഗ്രികൾച്ചറൽ ഫീൽഡിൽ പെസ്റ്റിസൈഡുകൾ യൂസ് ചെയ്യും. അപ്പോൾ പെസ്റ്റിസൈഡ് യൂസ് ചെയ്യുന്നതിന് കറക്റ്റായിട്ടുള്ള യൂസ് ചെയ്യാനുള്ള മെത്തേഡ്സ് ഉണ്ട്, അതിന് പ്രോപ്പറായിട്ടുള്ള പ്രൊസീജിയേഴ്സ് ഉണ്ട്. ആ പ്രൊസീജിയർ ഇത് പെസ്റ്റിസൈഡ് ആപ്ലിക്കേഷൻ കഴിഞ്ഞിട്ട് പർട്ടിക്കുലർ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഈ ഫുഡ് ഹാർവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറേ നോംസ് അതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് അവിടെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ, ഇപ്പോൾ അത് മാത്രമല്ല, ഇപ്പോൾ മാർക്കറ്റിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ ഒക്കെ ഈ ഇതിൻ്റെ മേളിൽ കൂടുതൽ, അതായത് കേട് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൽ പിന്നെ പെസ്റ്റിസൈഡ്സ് വീണ്ടും സ്പ്രേ ചെയ്യുന്ന ചില ബാഡ് പ്രാക്ടീസസ് ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഈ ഫുഡ് പിന്നെ ഇതിൻ്റെ മേളിൽ ഇപ്പോൾ ഒരു ഫ്രൂട്ട്സ് ആണെങ്കിൽ അതിൻ്റെ മേളിൽ പെസ്റ്റിസൈഡ്സ് ഉണ്ടാവും. അത് ഉപയോഗിച്ചിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞാലും കുക്കിങ്ങിൽ ഈ കെമിക്കൽസ് സ്റ്റിൽ അവിടെ ഉണ്ടാവുമല്ലോ. കുക്ക് ചെയ്ത സമയത്ത് മൈക്രോബയോളജിക്കൽ, അതായത് ബയോളജിക്കൽ കണ്ടാമിനേഷൻ മാത്രമേ പോവുള്ളൂ. പക്ഷേ അവിടെ അതിനകത്ത് കെമിക്കൽസ് അപ്പോഴും എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, ഇതിൽ എവിടെയെങ്കിലും, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, നമ്മൾ റെസ്റ്റോറൻറ്റ് നടത്തുന്നു, നമ്മൾ വളരെ കാര്യമായിട്ട് കൈകാര്യം ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും വളരെ പിന്നെ ക്ലീനായിട്ട് അല്ലെങ്കിൽ എല്ലാ പ്രൊസീജിയേഴ്സും പ്രോപ്പർ ഫോളോ ചെയ്ത് നല്ല വൃത്തിയോട് കൂടിയിട്ടാണ് നമ്മൾ ഫുഡ് കൊടുക്കുന്നത്. പക്ഷേ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽ മോശമാണെങ്കിലോ, അപ്പോൾ ആ ചെയിനിൽ എല്ലായിടത്തും ഇത് പിന്നെ ഫുഡ് സേഫ്റ്റി എന്നുള്ളത് ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ടാണ് ഫാം ടു ഫോർക്ക് എന്നുള്ള കൺസെപ്റ്റ് വരുന്നത്. ഓക്കെ, നേരത്തെ മെൻഷൻ ചെയ്തല്ലോ ഹൈജീൻ കണ്ടീഷൻ എന്നുള്ളത്. അപ്പോൾ ആസ് എ കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂ, ഇപ്പോൾ നമ്മളൊരു ഡൈൻ ഔട്ട്, മിക്കവാറും ഫാമിലീസ് മന്ത്ലി വണ്ണെങ്കിലും ഒരു ഡൈൻ ഔട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഡൈൻ ഔട്ട് പ്രിഫർ ചെയ്യുന്ന സമയത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? ഹൈജീൻ കണ്ടീഷനിലിരുന്ന് ഫുഡ് കഴിക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ പുറമേ നിന്ന് നമുക്ക് നോക്കി കാണാൻ പറ്റില്ല. എങ്കിലും കൂടി നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന മെഷേഴ്സ് എന്തൊക്കെയായിരിക്കും? അപ്പോൾ അതിനകത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇതിൽ കസ്റ്റമർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വളരെ കുറച്ചേ ഉള്ളൂ. ഇതിൻ്റെ മെയിൻലി വരേണ്ടത് ഇതിൻ്റെ സപ്ലൈ ചെയിനിലും പ്രിപ്പറേഷനിലുമാണ്. ഓക്കെ, എന്നാലും കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ആദ്യം തുടങ്ങാം നമുക്ക്. കസ്റ്റമർ പോയിന്റ് ഓഫ് വ്യൂവിൽ ഇപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്ന സമയത്ത്, നോർമലി ഏത് റെസ്റ്റോറൻറ്റിൽ നോക്കിയാലും, കാരണം ഞാൻ കുറേ വർഷങ്ങൾ ഫുഡ് ഇൻസ്പെക്ഷനിൽ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുന്ന സമയത്ത് ഡൈനിങ് ഒക്കെ വളരെ ഭംഗിയായിട്ട്, നല്ല ഡെക്കറേറ്റഡ്, നല്ല കളർഫുൾ ലൈറ്റുകളൊക്കെ കൊടുത്തിട്ട് വളരെ ഭംഗിയായിട്ട് ഉണ്ടാവും. പക്ഷേ നമ്മൾ കിച്ചൻ്റെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ സിറ്റുവേഷൻ എൻറ്റയർലി ചില സ്ഥലത്ത്, എല്ലായിടത്തും നല്ല ചില സ്ഥലങ്ങളിൽ എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരിക്കും. അതിൽ ബ്രാൻഡുകളുടെ വ്യത്യാസമൊന്നുമില്ല. ചിലപ്പോൾ വളരെ വലിയ ബ്രാൻഡുകൾ, വലിയ എന്താ പറയുക സ്റ്റാറുകളൊക്കെ ഉള്ള ഹോട്ടലുകൾ, ഇവിടെയൊക്കെ ചില സ്ഥലങ്ങളിൽ കിച്ചണ് വളരെ അൺക്ലീൻ സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള ഫെസിലിറ്റി അല്ലെങ്കിൽ പ്രോപ്പറായിട്ടുള്ള പ്രാക്ടീസസ് ഇല്ലാത്ത അൺഹൈജീനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം. പറഞ്ഞു വന്നത്, ആസ് എ കസ്റ്റമർ നമുക്ക് എന്തൊക്കെ നോക്കാൻ പറ്റും ഒരു റെസ്റ്റോറൻറ്റിൽ പോകുന്ന സമയത്ത്? നമുക്ക് ഒരു ഫുഡ് പോയ്സണിങ് കേസസ് റിപ്പോർട്ടഡ് ആവേണ്ട ആവശ്യം ഇവിടെയാണ്. അതായത് നമുക്ക് ഒരു ഫുഡ് പോയ്സണിങ് വന്നു കഴിഞ്ഞാൽ അത് റിപ്പോർട്ട് ചെയ്യേണ്ട, അത് ഡോക്യുമെൻറ്റഡ് ആവേണ്ട ആവശ്യം. കാരണം എത്രമാത്രം പിന്നെ ഫുഡ് പോയ്സണിങ് വരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഇൻഡെക്സ് നമുക്ക് അങ്ങനെ കാണാൻ കിട്ടില്ല. പക്ഷേ നേരെ മറിച്ച് പിന്നെ ഇപ്പോൾ US പോയി കഴിഞ്ഞാൽ US വളരെ ക്ലിയർ ആയിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട് ഇതിനെ റിപ്പോർട്ട് ചെയ്യാനുള്ള. അതുകൊണ്ട് തന്നെ അവിടെ നമ്പർ ഓഫ് ഫുഡ് പോയ്സണിങ് കേസസ് റിപ്പോർട്ടഡ് നമ്പർ ഒരുപാട് കൂടുതലാണ്. അതിനർത്ഥം ഇന്ത്യയിലെല്ലാം ഓക്കെയാണ്, US മോശമാണെന്നല്ല, അവിടെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ UAE ഒക്കെ റീസെൻ്റ് ആയിട്ട് കുറച്ച് കൊല്ലങ്ങളായിട്ട് കാര്യങ്ങൾ ഇത് റിപ്പോർട്ടഡ് കുറേയും കൂടി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. കാരണം അവിടെ ഞാൻ വർക്ക് ചെയ്ത ഒരു സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട്. അപ്പോൾ
ഈ റിപ്പോർട്ടഡ് ആവുക എന്നുള്ളത് നിർബന്ധമായിട്ട്. അപ്പോൾ അത് ആകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, ഓക്കെ സോ കോൾഡ് റെസ്റ്റോറൻറ്റിനകത്ത് ഫുഡ് പോയ്സണിങ് വന്നിട്ടുണ്ട്, ഇതിൻ്റെ കേസസ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട്, അപ്പോൾ അത് പ്രിഫർ ചെയ്യണം. അപ്പോൾ യു എയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്പറിങ് ഉണ്ട്, അവിടെ ഗ്രേഡ്സ് കൊടുത്തിട്ടുണ്ടാവും, ABC എന്ന് പറഞ്ഞ ഗ്രേഡ്സ് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നല്ല ഗ്രേഡ് വരുന്ന നല്ല പെർഫോമൻസ് ഉള്ള ഇൻസ്പെക്ഷനിൽ നല്ല പെർഫോമൻസ് ഉള്ള റെസ്റ്റോറൻറ്റ് നല്ല ഗ്രേഡുകൾ. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് ഇപ്പോൾ ഇവിടെ FSSAI ഒക്കെ കുറേ കൂടി നല്ല ഇൻസ്പെക്ഷൻ സിസ്റ്റംസ് കൊണ്ടുവന്ന് അത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഗ്രാജുവലി ആ ഒരു സിസ്റ്റത്തിലേക്ക് കാര്യങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ട്. ഇവിടെയും ഗ്രേഡിംഗ് ഇല്ല എന്നല്ല, ഗ്രേഡിംഗ് നടക്കുന്നുണ്ട്, വളരെ കുറഞ്ഞ ലെയറിൽ മാത്രമേ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു സംഭവം കൂടുതൽ വന്നു കഴിഞ്ഞാൽ കസ്റ്റമർക്ക് മനസ്സിലാക്കാൻ പറ്റും, ഇങ്ങനെ ഓക്കെ ഈ സോ കോൾഡ് റെസ്റ്റോറൻറ്റ് നല്ല പെർഫോമൻസ് ഉള്ളതാണ്, അവരുടെ ഫുഡ് ക്വാളിറ്റി ഗ്രേഡ് നല്ലതാണെന്നുള്ളത്. പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൊണ്ടുവരുന്ന ആളെ, ഫുഡ് സപ്ലൈ ചെയ്യുന്ന ആളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ആളുടെ നഖങ്ങൾ ക്ലീൻ ആണോ എന്നുള്ളത്, അല്ലെങ്കിൽ അവരുടെ പേഴ്സണൽ ഹൈജീൻ എങ്ങനെയുണ്ട് എന്നുള്ളത്, അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കസ്റ്റമർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമുക്ക് നോക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ക്ലീനിങ് സിറ്റുവേഷൻസ് നോക്കാം. നല്ല ഡെക്കറേറ്റഡ് ആയിട്ടുള്ള ഇൻറ്റീരിയർ ഉണ്ടെങ്കിലും അവിടെ ക്ലീനിങ് എങ്ങനെ നടക്കുന്നത്, ചില സ്ഥലത്ത് പോയിട്ടുണ്ടെങ്കിൽ ഫ്ലോറൊന്നും പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല, ടേബിൾസ് പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ അവരതൊക്കെ കാണിക്കുന്ന അവരുടെ കൾച്ചറിനെയാണ്. ഈ കൾച്ചർ വിൽ കം ബാക്ക് ടു ഫുഡ് സേഫ്റ്റി. കാരണം നല്ലൊരു ഫുഡ് സേഫ്റ്റി ഒരു കൾച്ചറുള്ള സ്ഥലത്ത് മാത്രമേ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന സിസ്റ്റം ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും നമുക്ക് അത്രയ്ക്ക് കൂടുതൽ ഡീപ്പായിട്ട് വേണമെങ്കിൽ ചില സ്ഥലത്തൊക്കെ കിച്ചണിൽ അലോ ചെയ്യാറുണ്ട്. അവർ പറയും വി ആർ വെൽക്കമിങ് യു ടു കം ടു അവർ റെസ്റ്റോറൻറ്റ് കിച്ചൺ, ടു വിസിറ്റ് അവർ കിച്ചൺ. അങ്ങനെ വെൽക്കം ചെയ്യുന്ന റെസ്റ്റോറൻറ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വിസിറ്റ് നോക്കാം കിച്ചനകത്ത് എങ്ങനെയൊക്കെ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ മെയിൻ കാര്യങ്ങൾ വരുന്നത് കിച്ചണകത്താണ്. അവരെങ്ങനെയാണ് ഇതിൽ എത്രമാത്രം ഡെഡിക്കേഷൻ അവർ കൊടുത്തിട്ടുണ്ട്, എത്രമാത്രം ഹൈജീൻ ഫെസിലിറ്റീസ് അകത്തുണ്ട്, എത്രമാത്രം സ്റ്റോറേജ് ഫെസിലിറ്റീസ് ഉണ്ട്, എത്രമാത്രം അവയർനെസ് ലെവലുണ്ട് ആളുകൾക്ക്, വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് എത്രമാത്രം ട്രെയിൻഡാണ് ഫുഡ് സേഫ്റ്റിയിൽ. കാരണം ഫുഡ് സേഫ്റ്റി എന്തെന്നറിയാത്ത ഒരാൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സേഫായിട്ട് പ്രിപ്പറേഷൻ നടക്കുമെന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ലല്ലോ. കാരണം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ റോ ചിക്കനൊക്കെ ഹാൻഡിൽ ചെയ്തിട്ട് അല്ലെങ്കിൽ റോ മീറ്റ് ഹാൻഡിൽ ചെയ്തിട്ട് ഫുഡ് സർവീസിന് വന്നു കഴിഞ്ഞാൽ ഈ ആളുടെ ഹാൻഡ് കണ്ടാമിനേറ്റഡ് ആയിരിക്കും. അപ്പോൾ ആ കണ്ടാമിനേറ്റഡ് ഹാൻഡ് കൊണ്ടാണ് അയാൾ ഫുഡ് സെർവ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുക്ക് ചെയ്ത് പിന്നെ അവിടെ ബാക്ടീരിയാസിനൊക്കെ നശിപ്പിച്ച് ഫുഡാണ്, പക്ഷേ ഡയറക്റ്റായിട്ട് ഇവിടുന്ന് ക്രോസ് കണ്ടാമിനേഷൻ നടക്കുകയാണ്. അപ്പോൾ ആ ഫുഡ് ഇതുണ്ടാവും, അതിലൂടെ ബാക്ടീരിയ നമ്മുടെ ഉള്ളിലെത്തും, കഴിക്കുന്ന ആളുടെ ഉള്ളിലെത്തും, അവിടെ അത് വളരും, അങ്ങനെ അത് ഫുഡ് പോയ്സണിങ് ഉണ്ടാകും. അപ്പോൾ ഫുഡ് പോയ്സണിങ് വരുന്നത് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും ഈ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. നമ്മൾ കഴിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ ഫുഡ് പോയ്സണിങ് റിപ്പോർട്ട് ചെയ്യണമെന്നില്ല. ഇറ്റ് ക്യാൻ എക്സ്റ്റെൻഡ് ടു സം അത് ഒരു വീക്കോ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ചിലപ്പോൾ വരാം. അപ്പോൾ അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത് ഇത് റിപ്പോർട്ട് നമ്മൾ ഡോക്ടറെ അടുത്ത് പോയി അവരത് നോക്കി ലാബിലേക്ക് സാമ്പിൾ പോയി ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ കറക്റ്റായിട്ട് ഫുഡ് പോയ്സണിങ് ആണോ അല്ലേ എന്നുള്ളത്. അല്ലെങ്കിൽ ചിലപ്പോൾ അത് ചില കാര്യങ്ങളിൽ ഇത് അലർജിക് റിയാക്ഷൻസ് ആവാം, അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ പോലെ പിന്നെ ഫുഡ് പ്രോപ്പറായിട്ട് ദഹിക്കാത്തതാവും, ചില ഫുഡ് നമുക്ക് ഇഷ്ടപ്പെടാത്തത് ഉണ്ടാവുമല്ലോ. അതുപോലെ ചില ആളുകൾക്ക് ചില ഐറ്റംസ് ദഹിപ്പിക്കാൻ പ്രയാസം ഉണ്ടാവും. ഓക്കെ, ക്രോസ് കണ്ടാമിനേഷൻ എന്നുള്ളൊരു ടേം പറഞ്ഞല്ലോ, ഇത് ശരിക്കും എങ്ങനെയാ നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ കുറച്ചും കൂടി ക്ലിയർ ആക്കിയിട്ട് പറയും? ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റിൽ എടുത്തു കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു ചിക്കൻ വിഭവം, ഇപ്പോൾ ഇതാണല്ലോ അറബിക് വിഭവങ്ങളൊക്കെ ഒരുപാടുണ്ടല്ലോ, ചിക്കൻ പ്രിപ്പയർ ചെയ്യുന്ന ഒരാൾ, ഇപ്പോൾ ഷവർമ പ്രിപ്പയർ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു ചിക്കൻ കഴുകി അല്ലെങ്കിൽ ചിക്കൻ കട്ട് ചെയ്തു, ഈ ചെയ്ത ആൾ പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യാതെ ഇയാൾ തന്നെയാണ് സർവീസും ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അല്ലെങ്കിൽ സെർവിങ്ങിൽ കുറച്ച് തിരക്ക് വന്ന സമയത്ത് ഇയാൾ ഇങ്ങോട്ട് വന്നു, ആ സമയത്ത് പ്രോപ്പർ ഹാൻഡ് വാഷിങ് നടന്നിട്ടില്ലെങ്കിൽ കയ്യിൽ സ്റ്റിൽ ബാക്ടീരിയ എക്സിസ്റ്റ് ചെയ്യാം. അപ്പോൾ ഈ കയ്യിലുള്ള ബാക്ടീരിയ ഈ ഫുഡിലേക്ക് ട്രാൻസ്ഫർ ആവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കിവിടെ കുക്കിംഗ് സ്റ്റെപ്പിൽ ആൾറെഡി അതിനകത്തുള്ള ഇപ്പോൾ റോ മീറ്റിലുള്ള ബാക്ടീരിയ, റോ ചിക്കനകത്തുള്ള ബാക്ടീരിയ ഒക്കെ ഓൾറെഡി നശിച്ചിട്ടുണ്ട്. പക്ഷേ ഇദ്ദേഹം ഒരു റോ സർഫസിൽ നിന്ന് ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു. അത് വേറെ പല കേസിലും സംഭവിക്കാം. കാരണം ഈ പ്രോഡക്റ്റാണ് ഡയറക്റ്റായിട്ട് കസ്റ്റമർ കഴിക്കുന്നത്. അപ്പോൾ ആ ബാക്ടീരിയ അങ്ങോട്ട് ഇയാളുടെ ഉള്ളിലേക്ക്, കഴിക്കുന്ന ആളുടെ ഉള്ളിലേക്ക് വരും. ഇപ്പോൾ കഴിക്കുന്നത് ഒരു കുട്ടിയാണെങ്കിൽ അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ എൽഡർഡി ആയിട്ട് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, റിസ്ക് ഗ്രൂപ്പിന് പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ആളാണ് കഴിക്കുന്നതെങ്കിൽ ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവിടെ. അപ്പോൾ ഇങ്ങനെയുള്ള റോ സർഫസിൽ നിന്ന് വരുന്നതിനാണ് ക്രോസ് കണ്ടാമിനേഷൻ എന്നുള്ളത് സ്പെസിഫിക് ആയിട്ട് പറയുന്നത്.
ചിലപ്പം ഗ്ലൗസ് ഇട്ടിട്ടുണ്ടാവും. ഞാനെപ്പോഴും പറയാറുണ്ട്, ഗ്ലൗസ് എന്നുള്ളത് വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കേണ്ട സാധനമാണ്. കാരണം ഗ്ലൗസ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് മെൻ്റലി നമുക്ക് തോന്നുന്നത് അതൊരു സൈക്കോളജിക്കൽ ഇതാണ്, നമുക്ക് തോന്നുന്നത് നമ്മൾ സേഫ് ആണെന്നുള്ളതാണ്. ഇപ്പോൾ കൊറോണ സമയത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാട് ആളുകൾ ഗ്ലൗസ് ഇട്ടുകൊണ്ട് ഇറങ്ങും രാവിലെ. ഈ ഗ്ലൗസ് ഇട്ട കൈകൊണ്ടാണ് എല്ലായിടത്തും തൊടുന്നത്, മൂക്കിലും തൊടും, വേറെ ഏതെങ്കിലും സർഫസിലും തൊടും, വീണ്ടും ടച്ച് ചെയ്യും. അപ്പോൾ ഗ്ലൗസിൻ്റെ മേളിൽ കൂടുതൽ ബാക്ടീരിയൽ സർവൈവ്സ്, വൈറസൊക്കെ സർവൈവ് ചെയ്യാൻ കൂടുതൽ സാധ്യതയുള്ള സർഫസാണ്. കാരണം ഈ റബ്ബറാണ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ആണെങ്കിലും ഇതിൻ്റെ മേളിൽ എപ്പോഴും കൂടുതൽ സർവൈവ് ചെയ്യാൻ ചാൻസ് ഉള്ള സ്ഥലമാണ്. അപ്പോൾ കണ്ടാമിനേഷൻ ആവാനുള്ള സാധ്യതയും കൂടും. കാരണം ഗ്ലൗസ് ഇട്ട ആൾ കൈ കഴുകാൻ മറക്കും. കാരണം സ്വാഭാവികമായിട്ടും അവർ ചെറിയ അവയർനെസ്, ഫുഡ് സേഫ്റ്റിയിൽ വർക്ക് ചെയ്യുന്ന, കിച്ചനകത്ത് വർക്ക് ചെയ്യുന്ന അവയർനെസ് ട്രെയിനിങ് കിട്ടിയ ആളുകൾക്ക് ഈ ഒരു തോന്നലുണ്ടാവും, ഞാനൊരു സ്ഥലത്ത് തൊട്ടു, ഓക്കെ ഐ ഹാവ് ടു വാഷ് മൈ ഹാൻഡ്സ്. പക്ഷേ ഗ്ലൗസ് ഇട്ട ആൾക്കത് തോന്നൂല. കാരണം ഗ്ലൗസ് ഞാൻ ആൾറെഡി പ്രൊട്ടക്റ്റഡ് ആണെന്നുള്ള ഫീൽ ഉള്ളിലുണ്ടാക്കും. അപ്പോൾ വ്യത്യസ്ത സർഫസുകളിൽ തൊട്ട് കഴിഞ്ഞാൽ ഈ ക്രോസ് കണ്ടാമിനേഷനുള്ള സാധ്യത അവിടെ ഉണ്ട്. ഈവൻ നമ്മൾ നമ്മൾ സ്വന്തം കിച്ചണിൽ ആലോചിച്ച് നോക്കും. സാധാരണ റെസ്റ്റോറൻറ്റിനകത്തൊക്കെ വ്യത്യസ്ത കളറുള്ള കട്ടിംഗ് ബോർഡ്സ്, ഇപ്പോൾ ചിക്കന് സെപ്പറേറ്റ് കട്ടിംഗ് ബോർഡ്സ് ഉണ്ടാവും, പിന്നെ മീറ്റിന് അല്ലെങ്കിൽ വെജിറ്റബിൾ കട്ട് ചെയ്യാനൊക്കെ വേറെ കട്ടിംഗ് ബോർഡ്സ് ഉണ്ടാവും. പക്ഷേ വീട്ടിൽ നമുക്ക് സാധാരണ ഇതിൽ ഒന്നേ ഉണ്ടാവുള്ളൂ, അധിക സ്ഥലത്തും അത്രേ ഉണ്ടാവുള്ളൂ. ചിക്കൻ കട്ട് ചെയ്തു, എന്നിട്ട് അതേ കട്ടിംഗ് ബോർഡ് ഉപയോഗിച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യുന്ന വെജിറ്റബിൾ ആണെങ്കിൽ വലിയ പ്രശ്നം വരില്ല. കാരണം അത് കുക്കിങ്ങിൽ ആ ഇതൊക്കെ മാറി ഐ മീൻ അതിൽ വന്ന ബാക്ടീരിയസ് ഒക്കെ നശിച്ചു പോകും. പക്ഷേ സാലഡിന് കട്ട് ചെയ്യുകയാണെങ്കിലോ, അപ്പോൾ ഈ യൂസ് ചെയ്ത സെയിം കത്തി കൊണ്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അപ്പോൾ പല സ്ഥലത്തും ചെറിയ ചില കാര്യങ്ങൾ മതിയാവും. പിന്നെ ഇത് സംഭവിക്കാതിരിക്കാനുള്ള കാരണം ഒരു പക്ഷേ നമുക്ക് ഇമ്മ്യൂണിറ്റി ഉള്ളതുകൊണ്ടായിരിക്കും. പക്ഷേ അത് എല്ലാ സമയത്തും ഒരുപോലെ ആയിരിക്കണം എന്നില്ല. നമ്മൾക്ക് ആൾറെഡി ഫീവർ ഉണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖം ബാധിച്ച് നിൽക്കുന്ന സമയത്താണെങ്കിൽ, അല്ലെങ്കിൽ പ്രഗ്നൻ്റ് ആയിട്ടുള്ള ഒരാളാണെങ്കിൽ, ഈവൻ കുട്ടികൾ കഴിച്ചാൽ പറഞ്ഞല്ലോ, അപ്പോൾ അങ്ങനത്തെ ആളുകൾക്ക് ഇത് പെട്ടെന്ന് എഫക്റ്റ് ആവും. അതുകൊണ്ടാണ് ഗ്രൂപ്പ് ഓഫ് ആളുകൾ പോയിട്ട് കഴിക്കുമ്പോഴും എല്ലാവർക്കും ഒരേപോലെ ഫുഡ് പോയ്സണിങ് ഉണ്ടാവാത്ത. കാരണം എല്ലാവരുടെയും ഇമ്മ്യൂണിറ്റി ഒരേപോലെ അല്ല. അതുപോലെ തന്നെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു എന്താ പറയുക ബിസിനസ് സ്റ്റേജ് ആണ് ഈ ഫുഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഒരുപാട് കഫ്തീരിയാസും റെസ്റ്റോറൻ്റ് ആയിട്ടും പല പേരുകളിലും പല വൈബിലും തുടങ്ങുന്നുണ്ട്. അപ്പോൾ ആസ് എ ബിസിനസ് തുടങ്ങാൻ പോകുന്ന ഒരാൾക്ക് ഫുഡ് ഇൻഡസ്ട്രി എക്സ്പേർട്ട് എന്നുള്ള രീതിയിൽ താങ്കൾക്ക് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാം? നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ട ഒരു സിറ്റുവേഷനാണത്. കാരണം നേരത്തെ ഒന്നും ഇങ്ങനെ ഡൈൻ ഔട്ട് എന്നുള്ളൊരു കൺസെപ്റ്റ് ഇത്ര കൂടുതലില്ല. നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഫുഡ് കഴിക്കുന്നു എന്നുള്ളതാണ് നേരത്തെയൊക്കെ മുമ്പൊക്കെ എടുത്ത് നോക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. പക്ഷേ ഒരു ആഫ്റ്റർ കൊറോണ ഒക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഡൈൻ ഔട്ട് ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇത് പറഞ്ഞ പോലെ തന്നെ വൺമസ്ക മുതൽ പിന്നെ ചിക്കൻ്റെ വ്യത്യസ്ത വിഭവങ്ങൾ എല്ലാ നാട്ടിൽ നിന്നുള്ള, അറബിക്കാണെങ്കിലും പിന്നെ കോണ്ടിനെൻ്റൽ പല നാട്ടിൽ നിന്നുള്ള പല വ്യത്യസ്ത വിഭവങ്ങൾ ഇവിടെ നമ്മൾ പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ അവൈലബിൾ ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ്സ് നമുക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ ഈ ഇങ്ങനത്തെ സംഭവങ്ങൾ ചെയ്യുന്ന സമയത്ത് ഇതിൽ കാരണം നമുക്ക് നേരത്തെ കണ്ടിട്ടുണ്ടാവും, ഇപ്പോൾ ഷവർമ കഴിച്ചിട്ട് ആൾ മരിച്ചത്, അല്ലെങ്കിൽ ഷവായിലൂടെ കണ്ടാമിനേഷൻ വന്നത്. ലോകം മൊത്തം പല രാജ്യങ്ങളിലും ഉപയോഗിക്കുന്ന ഒരു ഫുഡാണ് ഷവർമ എന്നുള്ളത്, അല്ലെങ്കിൽ ഷവായ എന്നുള്ളത്. ഇതൊക്കെ സേഫായിട്ട് പല രാജ്യങ്ങളും, ഇതിലേറെ റിസ്ക് ഉള്ള ഫുഡ് ഐറ്റംസ് പലതും പലതരത്തിൽ സെർവ് ചെയ്യുന്നുണ്ട്. ഈവൻ റോ മീറ്റോ അല്ലെങ്കിൽ റോ ഫിഷൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ സുഷി പോലുള്ള വിഭവങ്ങളൊക്കെ സെർവ് ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ അതിൽ എടുക്കേണ്ട ചില സേഫ്റ്റി പ്രിക്കോഷൻസ് അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി കൺട്രോൾസ് ഉണ്ട്. ആ കൺട്രോൾസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അത് അറിയില്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ഗോയിങ് ടു ബി ബിഗ് പ്രോബ്ലം. അപ്പോൾ അവിടെയാണ് നമുക്ക് അതിനെക്കുറിച്ചുള്ള അവയർനെസ് ഉണ്ടാവേണ്ട ആവശ്യം. ഇപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ സ്റ്റൈലിൽ വരെ അതിൽ ഓരോ സ്പെസിഫിക്കേഷൻസ് ഉണ്ട് എന്നാണ് എൻ്റെ ഒരു ധാരണ. അപ്പോൾ കൂടുതലായിട്ട് തീർച്ചയായിട്ടും എങ്ങനെയാണ് ഡിസ്കസ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞു. ഇത് ഫുഡ് സേഫ്റ്റി പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞ പോലെ തന്നെ ഉണ്ടാക്കുന്ന ഫെസിലിറ്റി ഷുഡ് ബി സ്യൂട്ടബിൾ ഫോർ ഫുഡ് ഇൻഡസ്ട്രി. അതിപ്പോൾ ഒരു മാനുഫാക്ചറിങ് ആണെങ്കിലും റെസ്റ്റോറൻ്റ് ആണെങ്കിലും വാട്ട് എവർ ഇറ്റ് ഈസ്, ഇനി ഒരു ചെറിയൊരു കിയോസ്ക് ആണെങ്കിലും ഒരു ഇത് പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്ന സംഭവമാണെങ്കിലും അതിന് സ്യൂട്ടബിൾ ആയിരിക്കണം. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ക്ലീനിങ് എൻഷുർ ചെയ്യാൻ പറ്റുന്ന ഫെസിലിറ്റി ആയിരിക്കണം. നോർമലി നോക്കിക്കഴിഞ്ഞാൽ റെസ്റ്റോറൻറ്റ്സിലൊക്കെ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ടേബിൾസ് ആണെങ്കിലും എക്യുപ്മെൻറ്റ്സ് ആണെങ്കിലും ഒക്കെ യൂസ് ചെയ്യുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെയാണ്. അതിനുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈസി ടു ക്ലീൻ ആണ്, സാനിറ്റൈസ് ചെയ്യാൻ വളരെ ഈസിയാണത്. കാരണം ആ സർഫസ് കൂടുതൽ സമയം ഇതിനെ ഫെസിലിറ്റേറ്റ് ചെയ്യൂല, പിന്നെ ബാക്ടീരിയൽ ഗ്രോത്തിനെ ഫെസിലിറ്റി, അതേപോലെ പെസ്റ്റിനെ ഹാർബർ ചെയ്യൂല. കാരണം അതിൻ്റെ പിന്നെ സിറ്റുവേഷൻ ഇതങ്ങനെയാണ്, അതിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. അതിൽ ഒരുപാട് ഗ്രൂസോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് പോറസ് ആയിട്ടുള്ളതല്ല. ഈവൻ നോക്കിക്കഴിഞ്ഞെന്നുണ്ടെങ്കിൽ ഫെസിലിറ്റിയിൽ ടൈലുകളൊക്കെ ഇട്ട് മിനുസപ്പെടുത്തി. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈസി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ്.
അതേപോലെ യൂസ് ചെയ്യുന്ന ചുമരുകളാണെങ്കിലും കിച്ചണിൽ പല ഭാഗങ്ങളും ഇപ്പോൾ വാഷിംഗ് ഏരിയ ഒക്കെ വരുന്ന മോയ്സ്ചർ കൂടുതലായിട്ടുള്ള ഏരിയകളിൽ കൂടുതൽ ടൈലൊക്കെ ഇട്ടിട്ടുണ്ടാവും അധിക സ്ഥലത്തും. അങ്ങനെയാണ് അതായത് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാനുള്ള കാരണം വെച്ചാൽ ഈ ക്ലീനിങ് ഫെസിലിറ്റേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഡിസൈൻ സിറ്റുവേഷനിൽ തന്നെ അത് ചെയ്യുക എന്നുള്ളത് പല നല്ല രൂപത്തിൽ ഫുഡ് സേഫ്റ്റി കൾച്ചർ അല്ലെങ്കിൽ ഫുഡ് സേഫ്റ്റി വേണം എന്ന് നിഷ്കർഷിക്കുന്ന രൂപത്തിൽ ചെയ്യുന്ന കമ്പനികൾ അവർ ഇത് ഡിസൈൻ സ്റ്റേജിൽ തന്നെ ഇത് തുടങ്ങും. അപ്പോൾ ഇതിൻ്റെ ലേഔട്ട് ഉണ്ടാക്കുന്ന സമയത്തിൻ്റെ എക്യുപ്മെൻറ്റ് ലേഔട്ട് ഉണ്ടാക്കും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ റിസീവ് ചെയ്യുന്ന സ്ഥലം എവിടെയാണ്, റിസീവിങ് ബേ അല്ലെങ്കിൽ റിസീവ് ചെയ്യാനുള്ളൊരു സൗകര്യം. ഇപ്പോൾ വെജിറ്റബിൾസ് ഒക്കെ റിസീവ് ചെയ്യുന്ന സമയത്ത് അത് വാഷ് ചെയ്യണം. അപ്പോൾ വാഷ് ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവണം അവിടെ. അപ്പോൾ അവിടെ അതിന് പുറത്ത് തന്നെ ഈ കാരണം വരുന്ന സമയത്ത് കാർട്ടൺസ് ഒക്കെ ഒഴിവാക്കി അതിൽ ഇപ്പോൾ ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിളൊക്കെ റിസീവ് ചിലപ്പോൾ മാർക്കറ്റിൽ നിന്ന് വരുന്നതാണല്ലോ. അപ്പോൾ അതിനകത്ത് ചീഞ്ഞ പ്രോഡക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. അപ്പോൾ അവിടെ അത് ചെക്ക് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടാവണം. അല്ലെങ്കിൽ അത് ഉള്ളിലേക്ക് വരുന്ന സമയത്ത് സ്റ്റോർ ചെയ്യാൻ, അപ്പോൾ ടെമ്പറേച്ചർ കൺട്രോൾഡായിട്ട് സ്റ്റോറേജ് വേണ്ട പ്രോഡക്റ്റ് ഉണ്ടാവും, ഫ്രീസർ അല്ലെങ്കിൽ ചില്ലർ. അപ്പോൾ അങ്ങനത്തെ ഫെസിലിറ്റീസ് വേണം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ചിക്കനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്യാനുള്ള, അപ്പോൾ ഈ സംഭവങ്ങൾ കട്ട് ചെയ്യാനുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഏരിയ വേണം. വെജിറ്റബിളിന് കട്ട് ചെയ്യാനുള്ള ഏരിയ വേണം, ചിക്കന് കട്ട് ചെയ്യാനുള്ള ഏരിയ വേണം, ഫിഷിനുള്ള ഏരിയ വേണം. കാരണം ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാനുള്ള ഒരു ഡിസൈൻ അവിടെ ഉണ്ടാവണം. ഇതെല്ലാം കൂടി ഒരു സ്ഥലത്താണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ചാൻസസ് ഓഫ് കണ്ടാമിനേഷൻ കൂടുതലാണ്. ഇപ്പോൾ മീറ്റ് കട്ട് ചെയ്യുന്നതിന് തൊട്ടടുത്താണ് സാലഡ് കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം, വെജിറ്റബിൾ സാലഡ് കട്ട് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ ഇങ്ങോട്ട് ഇതിന്ന് ജ്യൂസസ് തെറിച്ചാൽ പോലും മതി ഒരേ സമയത്ത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അവിടെ അതിനകത്ത് പ്രോപ്പറായിട്ടുള്ളൊരു സെപ്പറേഷൻ വേണം. അപ്പോൾ അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഫുഡ് പോയ്സണിങ് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഫുഡ് സേഫ്റ്റി എക്സ്പേർട്ടിൻ്റെ റോള് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ പറ്റും? ഫുഡ് സേഫ്റ്റി എക്സ്പേർട്ട് വ്യത്യസ്ത രൂപത്തിൽ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു പ്രോസസ്സിനകത്ത് ഇപ്പോൾ ഫാം ടു ഫോർക്കിൽ വരുന്ന അപ്പോൾ എല്ലാ കമ്പനികളും ഇതിൽ ഫുള്ള് കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല, മിക്കവാറും കമ്പനികളും ഫുൾ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു സെഗ്മെൻറ്റ്, ഇപ്പോൾ ഒരു മാനുഫാക്ചറിങ് കമ്പനി എടുക്കാം, അവിടെ ഇപ്പോൾ ഒരു റോ മെറ്റീരിയൽ റിസീവ് ചെയ്യുന്നു, അവിടുന്ന് അവരത് പ്രോസസ്സ് ചെയ്തിട്ട് അത് ഒരു പക്ഷേ അടുത്തൊരു കമ്പനിക്കുള്ള അല്ലെങ്കിൽ അടുത്തൊരു റെസ്റ്റോറൻറ്റിനുള്ള റോ മെറ്റീരിയൽ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ റൈസ് പ്രോസസ്സ് ചെയ്യുന്നത്, അപ്പോൾ അവർക്ക് വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പാഡി റോ റൈസാണ് വരുന്നത്. അവരത് അവിടെ പ്രോസസ്സ് ചെയ്തിട്ട് റൈസ് പാക്ക് ചെയ്തിട്ട് കൊടുക്കുന്നു. ആ റൈസ് നമ്മൾ റെസ്റ്റോറൻറ്റിൽ യൂസ് ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ പല കൺട്രോൾസും ചെയ്യേണ്ടി വരും. ഇപ്പോൾ നമുക്കൊരു റെസ്റ്റോറൻറ്റിലെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ റിസീവ് ചെയ്യുന്ന കാര്യങ്ങൾ പ്രോപ്പറായിട്ടാണോ വരുന്നതെന്നുള്ളത്. ഇപ്പോൾ റിസീവ് ചെയ്ത പ്രോഡക്റ്റ് നല്ല പ്രോപ്പർ ക്വാളിറ്റി ആണോ. അപ്പോൾ നമ്മൾ സപ്ലയർക്ക് സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും, എനിക്ക് വേണ്ട പ്രോഡക്റ്റ് ഇങ്ങനെയാണ്, അതിനകത്ത് ഇന്ന കാര്യങ്ങൾ വേണമെന്നുള്ളത്. അപ്പോൾ അത് ചെക്ക് ചെയ്യണം അല്ലേ, വന്ന കാര്യങ്ങൾ പ്രോപ്പർ ആണോ എന്നുള്ളത് നോക്കണ്ടേ. അപ്പോൾ അത് ചെയ്യൽ. അല്ലെങ്കിൽ അടുത്തൊരു കൺട്രോൾ, ഇപ്പോൾ സ്റ്റോറേജ് ടെമ്പറേച്ചർ, ഇപ്പോൾ ഫ്രോസൺ മീറ്റ് വരുന്നത് അല്ലെങ്കിൽ ഫ്രോസൺ ചിക്കൻ വരുന്നത് ഫ്രോസൺ കണ്ടീഷൻ -18 താഴെയുള്ള ടെമ്പറേച്ചറിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്. കാരണം ചിക്കനെ നമുക്ക് നോർമലി 18 ഇതിൽ വെക്കാൻ പറ്റില്ല, പുറത്ത് വെക്കാൻ കഴിയില്ലല്ലോ. അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കണം എന്നുണ്ടെങ്കിൽ അത് ഫ്രോസൺ കണ്ടീഷനിലാണ് സൂക്ഷിച്ച് വെക്കുന്നത്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ടെമ്പറേച്ചർ കൺട്രോൾ ആവുന്നുണ്ടെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ നമ്മൾ അലർജൻസ് പറഞ്ഞു, അപ്പോൾ അലർജൻ ഐറ്റംസ് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കണം. കാരണം അലർജൻസ് പരസ്പരം ക്രോസ് കണ്ടാമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാലും, ഇപ്പോൾ വീറ്റ് അലർജിയുള്ള ഒരാൾക്ക് വീറ്റില്ലാത്ത പ്രോഡക്റ്റ് നമ്മൾ കൊടുത്തു, പക്ഷേ വീറ്റിൽ നെറ്റ്സ് പൗഡർ മിക്സ് ആയിട്ടുണ്ടെങ്കിലോ, അത് സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നെറ്റ് ഇതിന് മേളിലാണ് വെച്ചത്, നെറ്റിൻ്റെ പാക്കറ്റ് എടുക്കുന്ന സമയത്ത് അതിന് കുറച്ച് ബ്രേക്കായിട്ട് ഇതിലേക്ക് വീണു. അപ്പോൾ അങ്ങനെ ക്രോസ് കണ്ടാമിനേഷൻ വന്നു കഴിഞ്ഞാലും ഇത് അലർജി ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാൻ ആരെങ്കിലും വേണമല്ലോ. അപ്പോൾ അത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് അങ്ങനത്തെ കൺട്രോൾസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു ഫുഡ് സേഫ്റ്റി എക്സ്പെർട്ടിൻ്റെ ബേസിക് ഡ്യൂട്ടിയിൽ വരുന്നത്. അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട ഡോക്യുമെൻറ്റേഷൻ ചെയ്യാനുണ്ടാവും, ലീഗൽ റിക്വയർമെൻറ്റ്സ് ഫുൾഫിൽ ചെയ്യാനുണ്ടാവും, ലീഗലി ചില ഡോക്യുമെൻറ്റ്സ് അല്ലെങ്കിൽ ചില റെക്കോർഡ്സ് സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ടാവും, ചില കാര്യങ്ങൾ അവർക്ക് അയച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ സിസ്റ്റത്തിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ടാവും. പിന്നെ എംപ്ലോയീസിൻ്റെ ഒക്കെ മെഡിക്കൽ റെക്കോർഡ്സൊക്കെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടോ. അങ്ങനെ കുറേ പാരാമീറ്റേഴ്സ്, പല കൺട്രോൾ പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈ കൺട്രോൾ പോയിൻറ്റ്സ് പ്രോപ്പറായിട്ട് എൻഷുർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്, അത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ് ഒരു ഫുഡ് സേഫ്റ്റി എക്സ്പെർട്ടിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡ്യൂട്ടി വരുന്നത്. അപ്പോൾ അതിലിപ്പോൾ QC അല്ലെങ്കിൽ QA കൈകാര്യം ചെയ്യുന്ന ആളുകളുണ്ടാവും, അതിൽ തന്നെ QA മാനേജേഴ്സ് ഉണ്ടാവും, വ്യത്യസ്ത ലെവലുകളിലെ QA എക്സിക്യൂട്ടീവ്സ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനത്തെ, അല്ലെങ്കിൽ ഇപ്പോൾ ലബോറട്ടറീസ് ഉണ്ടാവും, ചില മാനുഫാക്ചറിങ് കമ്പനിയിലൊക്കെ ലബോറട്ടറി ഉണ്ടാവും. അപ്പോൾ ലബോറട്ടറിയിൽ എന്താ പറയുക, ഒരു മൈക്രോബയോളജിസ്റ്റോ അല്ലെങ്കിൽ കെമിസ്റ്റോ അനലിസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അവരുടെ ആ തരത്തിലുള്ള ഇപ്പോൾ ഫുഡ് അനലൈസ് ചെയ്യുന്ന ഡ്യൂട്ടി അവർക്കുണ്ടാവും.
ചില പാരാമീറ്റേഴ്സ് കറക്റ്റ് വന്നിട്ടുണ്ടോ, അതിൽ ബാക്ടീരിയൻ്റെ പ്രസൻസ് ഉണ്ടോ, അപ്പോൾ അതൊക്കെ ചെക്ക് ചെയ്യും. അങ്ങനെ ഒരു പല രൂപത്തിലുള്ള ഒരു പെർട്ടിക്കുലർ കാര്യം മാത്രമല്ല, ഈവൻ വേസ്റ്റ് മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മളൊരു മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിയിൽ ഒരു റെസ്റ്റോറൻറ്റിൽ ഒരുപാട് സ്ഥലത്തുള്ള വേസ്റ്റ് ജനറേറ്റ് ചെയ്യുന്നുണ്ടാവല്ലോ. അപ്പോൾ ഈ വേസ്റ്റ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഈ വേസ്റ്റ് മതി ഇവിടെ കണ്ടാമിനേഷൻ ഉണ്ടാക്കാൻ. അപ്പോൾ അല്ലെങ്കിൽ പെസ്റ്റ് കൺട്രോൾ, കാരണം ഒരു റെസ്റ്റോറൻറ്റിനകത്ത് കോക്രോച്ച് വന്നു കഴിഞ്ഞാൽ അത് പല കണ്ടാമിനേഷൻസ് ഉണ്ടാക്കും, ട്രാൻസ്ഫർ ചെയ്യും. അല്ലെങ്കിൽ പിന്നെ എലി, ഒരു റാറ്റ് അല്ലെങ്കിൽ മൗസ് ഉണ്ടെങ്കിൽ അത് പല കണ്ടാമിനേഷൻസിനും കാരണമാവും. അപ്പോൾ ഇതിനെയൊക്കെ കൺട്രോൾ ചെയ്യാനുള്ള ഈവൻ ഇപ്പോൾ എന്താ പറയുക, പെസ്റ്റ് കൺട്രോള്, അപ്പോൾ ചില ഇതുകളൊക്കെ മെഡിസിൻസൊക്കെ സ്പ്രേ ചെയ്യും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ടാണോ സ്പ്രേ ചെയ്യുന്നതെന്നുള്ളത്, ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലത്ത് മെഡിസിൻ സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ എന്താ പറയുക, അപ്പോൾ അതിന് യൂസ് ചെയ്യേണ്ട ക്വാണ്ടിറ്റി ഉണ്ടാവും, യൂസ് ചെയ്യേണ്ട കോൺസെൻട്രേഷൻ ഉണ്ടാവും, മെത്തേഡ്സ് ഉണ്ടാവും. അതൊക്കെ പ്രോപ്പറായിട്ടാണോ ചെയ്യുന്നതെന്നുള്ള ഉറപ്പ് വരുത്തൽ. എൻ്റെ അടുത്ത് പല ആൾക്കാരും ചോദിക്കുന്ന ചോദ്യമാണ്, എങ്ങനെയാണ് നിങ്ങൾ ഫുഡ് ടെസ്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ അവിടെ പോയിട്ട് ചെയ്യുക എന്നുള്ളത്. പഴയൊരു സിനിമയിൽ മാമുക്കയുടെ ഒരു ക്യാരക്ടറുണ്ട്, ഫുഡ് ഇൻസ്പെക്ടർ ആരോഗ്യസ്വാമി എന്നുണ്ട്. ആള് റെസ്റ്റോറൻറ്റിലൊക്കെ പോവും, അവിടെ നിന്ന് അപ്പോൾ ആ ഡെക്ക് റോസ്റ്റിംഗ് എടുക്കുക, ഒന്ന് ചെക്ക് ചെയ്യട്ടെ, അവിടെ നിന്ന് കഴിക്കുന്ന അങ്ങനെ ഒരു സിറ്റുവേഷന്. അപ്പോൾ ഫുഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നുള്ളത് ഇറ്റ്സ് പാർട്ട് ഓഫ്, അത് ഒരു ചെറിയൊരു പാർട്ട് മാത്രമാണ്. അതായത് അതിൽ ചില ഓർഗാനോലെപ്റ്റിക് ടെസ്റ്റുകൾ, അതായത് ഇതിൻ്റെ ക്വാളിറ്റി പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ. പക്ഷേ ഫുഡ് സേഫ്റ്റി എൻഷുർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് ഒരിക്കലും ടേസ്റ്റ് ചെയ്തിട്ട് ഉറപ്പുവരുത്താൻ പറ്റില്ല. കാരണം ബാക്ടീരിയക്ക് ടേസ്റ്റ് ഇല്ല, കണ്ട് മനസ്സിലാക്കാൻ കഴിയില്ല. പല സമയത്ത് നമ്മൾ പണ്ടൊക്കെ ചെയ്തിരുന്നു, മണത്ത് നോക്കിയിട്ട് ഇത് കേടായിട്ടുണ്ടോ നോക്കിയിട്ട്, അങ്ങനെയൊന്നും നോക്കിയിട്ട് നമുക്ക് ഫുഡ് പോയ്സണിങ് അല്ലെങ്കിൽ ഈ ഫുഡ് പ്രോപ്പർ സേഫ് ആണോ എന്നുള്ളത് ഉറപ്പുവരുത്താൻ കഴിയില്ല. ചില കെമിക്കൽസൊക്കെ ചിലപ്പോൾ അതിൻ്റെ സ്മെല്ല് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം. പക്ഷേ സ്മെല്ല് വരാത്തത് കൊണ്ട് മാത്രം സേഫാണെന്ന് പറയാൻ പറ്റില്ല. കാരണം ബാക്ടീരിയയുടെ ഒക്കെ പ്രസൻസ് ചെറിയ അളവിൽ, ഈവൻ കെമിക്കൽസ് തന്നെ, ക്ലീനിങ് കെമിക്കൽസൊക്കെ വീണ് കഴിഞ്ഞാൽ സ്മെല്ലില്ലാത്ത കെമിക്കലാണെങ്കിലും പോയ്സണിങ് ഉണ്ടാക്കാൻ സ്മെല്ല് വേണം നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അത് ക്വാളിറ്റി ടെസ്റ്റിങ്ങിലാണ് മെയിൻലി അത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ടേസ്റ്റ് ഒക്കെ, ഉപ്പൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ, അങ്ങനത്തെ ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളിൽ. ഇപ്പോൾ ഈ അതേപോലെ ഇപ്പോൾ ടീ ഫാക്ടറികളിലൊക്കെ ടീ ടേസ്റ്റർ ഉണ്ട്, അത് ഫുഡ് സേഫ്റ്റിയുടെ ഭാഗമല്ല. ടീ ടേസ്റ്റർ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കോഫി ടേസ്റ്ററൊക്കെ ഉണ്ട്. അത് ബ്ലെൻഡിനൊക്കെ കറക്റ്റ് ടേസ്റ്റ് കറക്റ്റായിട്ട് വന്നത്, അത് വലിയൊരു ഫീൽഡാണത്. അത് ഒരുപാട് എക്സ്പെർട്ടൈസ് വേണം, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് വേണ്ട. കാരണം ബ്ലെൻഡൊക്കെ കറക്റ്റ്, അതിൻ്റെ റോസ്റ്റിംഗ് ഒക്കെ, അല്ലെങ്കിൽ അതിന് ഒരുപാട് പ്രോസസ്സുകൾ വരുന്നുണ്ട്. ആ പ്രോസസ്സ് പ്രോപ്പറായിട്ട് നടന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ അത് ആ ബ്ലെൻഡ്സ് പ്രോപ്പറായിട്ടുണ്ടോ എന്നുള്ളതൊക്കെ അവർ ചെക്ക് ചെയ്താണ് പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ ഒരാളായിരിക്കാം, ഒരു പാനലായിരിക്കും ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇവിടെ നമ്മളിപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഒരു QC ഒക്കെ ചെക്ക് ചെയ്യുകയെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചില കാര്യങ്ങളൊക്കെ നോക്കും. ചില ടെക്സ്റ്റേഴ്സൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ചില ടേസ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്, ഫ്ലേവറിൻ്റെ ഒക്കെ ടേസ്റ്റുകളൊക്കെ പ്രോപ്പറായിട്ട് വന്നിട്ടുണ്ടോ എന്നുള്ളത്. ഇറ്റ്സ് വെരി സ്മോൾ പോർഷൻ ഓഫ് ദാറ്റ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ പ്രോസസ്സിൽ വരുന്ന കൺട്രോൾ പോയിന്റുകൾ, അത് സ്റ്റാർട്ടിങ് ഫ്രം റിസീവിങ് ഈ ഫുഡ് നമ്മൾ പിന്നെ ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു കാറ്ററിംഗ് അല്ലെങ്കിൽ ഒരു റെസ്റ്റോറൻറ്റ്, അവിടെ നടക്കുന്ന പ്രോസസ്സിൽ എന്തൊക്കെയാണോ കൺട്രോൾ മെഷേഴ്സ് വേണ്ടത് അത് നമ്മൾ ആൾറെഡി ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അത് പ്രോപ്പറായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്താണ് ബേസിക്കലി ഒരു ഫുഡ് സേഫ്റ്റി എക്സ്പെർട്ടിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ നമ്മൾ ഇതിൽ മെയിൻലി പറയുകയാണെന്നുണ്ടെങ്കിൽ QC മാനേജേഴ്സ്, ആ രൂപത്തിലുള്ള പൊസിഷൻസ്, അല്ലെങ്കിൽ ഇൻറ്റേർണൽ ഓഡിറ്റേഴ്സ്, എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ്, ഫുഡ് സേഫ്റ്റി ഇൻസ്പെക്ടർ, ഇപ്പോൾ റെഗുലേറ്ററി ബോഡിയിലൊക്കെ വന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പോൾ ഇവിടെ FSSAI ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഇൻസ്പെക്ഷൻ ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ അതിൻ്റെ ഓഡിറ്റ് ചെയ്യുന്ന ആളുകൾ. അപ്പോൾ അങ്ങനെ വ്യത്യസ്ത റോളുകളുണ്ട്. ഇതിനൊരു 360 ഡിഗ്രി നോക്കിക്കഴിഞ്ഞാൽ ഇവരൊക്കെ വ്യത്യസ്ത തരത്തിലുള്ള റോളുകളാണ് ചെയ്യുന്നത്. പക്ഷേ എല്ലാവരുടെയും എൻഷുർ ചെയ്യുന്ന കാര്യം ഒന്നാണ്, ഫുഡ് സേഫ്റ്റി എന്നുള്ളതാണ്. അപ്പോൾ ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഇതിൽ ഒരുപാട് റോളുകൾ എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. QC ആയിട്ടാണ് ഞാൻ തുടങ്ങിയത്. റെഗുലേറ്ററി ബോഡിയിൽ ഞാനൊരു 10 വർഷത്തിലേറെ സമയം ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓഡിറ്ററായിട്ട് ഇപ്പോൾ കറൻ്റ് ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു ഫുഡ് സേഫ്റ്റി ഓഡിറ്ററായിട്ടാണ്. ഞാൻ കൺസൾട്ടൻ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് കുറച്ച് കാലം. അപ്പോൾ അങ്ങനെ ഒരു ആംഗിൾ എനിക്കതിന് നോക്കി കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് സേഫ്റ്റി എന്നുള്ളത് ഒരാളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഇതിൽ ഒരുപാട് ആളുകളുണ്ട്. ഫുഡ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സ്ഥലങ്ങൾ, ഇതിൻ്റെ ഫുഡ് സപ്ലൈ ചെയ്യുന്ന സ്ഥലങ്ങൾ. അപ്പോൾ പറഞ്ഞല്ലോ, ഫാം ടു ഫോർക്കിനുള്ളിൽ വരുന്ന അതിൽ ഉള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് എല്ലാം, അതേപോലെ തന്നെ ഓഡിറ്റേഴ്സ്, പിന്നെ റെഗുലേറ്ററി ബോഡീസ്, കൺസൾട്ടൻസ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോൾസ്, അതേപോലെ ഫുഡ് സേഫ്റ്റി എക്സ്പേർട്സ്, എല്ലാവർക്കും അവരുടേതായിട്ടുള്ള റോൾസ് ചെയ്യാനുണ്ട്. എല്ലാവരും കൂടി ശ്രമിച്ചാൽ മാത്രമേ ഒരു പ്രോപ്പർ ഫുഡ് സേഫ്റ്റി നമുക്ക് എൻഷുർ ചെയ്യാൻ പറ്റുള്ളൂ.
ഇത് ക്യൂ സിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യൂ സി മാനേജറോ അല്ലെങ്കിൽ ക്യൂ സിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ക്യൂ എയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ മാത്രം ഉത്തരവാദിത്തമല്ല. ഓക്കെ, ഇതിൽ വരുന്ന ബിസിനസ് ഓണേഴ്സ് അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. സപ്ലൈ ചെയിനിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, ഇപ്പോൾ പ്രോപ്പറായിട്ടുള്ള വെജിറ്റബിൾസ് ആണെങ്കിലും റോ മെറ്റീരിയൽസ് ഇതിൽ യൂസ് ചെയ്യുന്ന, ഇപ്പോൾ കളേഴ്സൊക്കെ യൂസ് ചെയ്യുന്നത് അതൊക്കെ പ്രോപ്പറായിട്ടുള്ള അപ്രൂവ്ഡ് ആയിട്ടുള്ള കളേഴ്സാണ് യൂസ് ചെയ്യുന്നത്. അതേപോലെ അപ്രൂവ്ഡ് ക്വാണ്ടിറ്റി, പല കെമിക്കൽസ് യൂസ് ചെയ്യുന്നുണ്ട് ഫുഡ് പ്രോസസ്സിങ്ങിൽ. അപ്പോൾ അത് അപ്രൂവ്ഡ് കളേഴ്സ് അല്ലെങ്കിൽ അപ്രൂവ്ഡ് ആയിട്ടുള്ള കെമിക്കൽസ് ആണോ, അതല്ല അതേപോലെ തന്നെ അപ്രൂവ്ഡ് ആയിട്ടുള്ള കോൺസെൻട്രേഷനിലാണോ അത് യൂസ് ചെയ്യുന്നത്, അതൊക്കെ എൻഷുർ ചെയ്യേണ്ടത്. അങ്ങനെയൊക്കെ ചെയ്ത് ആ ഒരു രൂപത്തിൽ ഇതിനെ ഒരു ഹോളിസ്റ്റിക് ആയിട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക്, കാരണം ഫുഡ് പോയ്സണിങ് വരാനുള്ള പല സാധ്യതകളുണ്ട്. അപ്പോൾ അത് ആ രൂപത്തിൽ നോക്കിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു പ്രോപ്പർ ഫുഡ് സേഫ്റ്റി കൾച്ചർ രൂപപ്പെടുത്തേണ്ടത്. ഒരു ഓർഗനൈസേഷനകത്ത് നമ്മളുടെ ഓർഗനൈസേഷനകത്ത് ഒരു ഫുഡ് സേഫ്റ്റി കൾച്ചർ ഉണ്ടാവേണ്ടത് എല്ലാവരുടെയും കൂട്ടായിട്ടുള്ളൊരു ഉത്തരവാദിത്തമായിട്ടാണ് വരുന്നത്.